ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എക്സിറ്റ് 14 റബോ തിയേറ്ററിലാണ്. റബോയിലെ നമ്മുടെ മാക്സ് എംപയർ തിയേറ്ററിലാണ്. നമ്മുടെ മമ്മൂക്കയുടെ പടം, പുതിയ പടം ടർബോയുടെ റിലീസും അതിൻ്റെ സംബന്ധിച്ചുള്ള വിവരങ്ങളും അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നേരെ നമുക്ക് ടർബോയുടെ പ്രൊമോഷനിലേക്ക് പോകാം. കമ്മ ഇന്ന് മമ്മൂട്ടി ഫാൻസിന്റെ ഷോ ആണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ റിയാദിന്റെ സെഗ്മെന്റിൽ നടക്കുന്ന ടർബോ സിനിമയുടെ ഷോ ആണ്. നമ്മുടെ ഫാൻ ഷോ ആണ്. നമുക്ക് കവല ഭാഗത്തോട്ട് പോകാം. ഗൈസ്, നമ്മളിപ്പോൾ എംപയർ തിയേറ്ററിൻ്റെ ഉള്ളിലാണുള്ളത്. നമ്മുടെ ടർബോയുടെ വിശേഷങ്ങളും അതിനെപ്പറ്റി അവരുടെ എക്സൈറ്റ്മെന്റ് എന്താണ് നമ്മുടെ സിനിമയെക്കുറിച്ച് നമുക്ക് അവരോട് ചോദിക്കാം. നേരെ നമ്മൾ പ്രേക്ഷകർക്ക്. ഹലോ 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 എന്താണ് പേരെന്താണ്? പേര് മമ്മൂട്ടിയുടെ പടം നേരത്തെ ഇവിടെ കാണാൻ വന്നിട്ടുണ്ടോ? അതെ, ആദ്യമായിട്ടാണ് ഇവിടെ? അത് ഫസ്റ്റ് ദിവസം റിലീസ് ചെയ്യുന്നത്. എങ്ങനെയാണ് എക്സ്പെക്ടേഷൻ? എങ്ങനെയാണ് ടർബോയുടെ? അപ്പോൾ ഭയങ്കര എക്സ്പെക്ടേഷൻ ആണ്. സോഷ്യൽ മീഡിയയിലെല്ലാം നല്ല പോസിറ്റീവ് റിവ്യൂസ് ആണ്. മമ്മൂട്ടി പൊളിക്കാണ്. നാട്ടിലെ നല്ല അഭിപ്രായമാണ്. പവറിൽ റിലീസ് ആയിട്ടുണ്ട് നാട്ടില്. എന്താണ് നാട്ടിലെ റിവ്യൂ ഒക്കെ കണ്ടായിരുന്നു? പൊളിയാണ്. എന്താണ് തോന്നുന്നത്? കണ്ടിട്ട് അഭിപ്രായം എങ്ങനെയാണ്? എക്സ്പെക്ടേഷൻ എങ്ങനെയാണ്? മമ്മൂട്ടിയുടെ ഫൈറ്റ് ഒക്കെയാണ് കൂടുതൽ നല്ലതാണ് പടത്തെ കുറിച്ചുള്ള. നാട്ടിലെ ഓൾറെഡി പടം റിലീസായി, പൊളി പടം, നല്ല ഫൈറ്റ് ഒക്കെയാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് ആഘോഷിക്കാൻ ഫാൻസ് ആണ്. പണ്ടേ മമ്മൂട്ടി എല്ലാ പടങ്ങളും കാണുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു പ്രായത്തിൽ പുള്ളിയുടെ ഫൈറ്റ്? നമ്മൾ നാട്ടിലെ റിവ്യൂ കണ്ടതാണ്. എന്താണ് തോന്നുന്നത്? ഈ ഒരു പ്രായത്തിലും പുള്ളി നല്ലതായിട്ട് ഫൈറ്റ് ചെയ്യുന്നതാണ്. എല്ലാവരും മമ്മൂട്ടി ഫാൻസ് ആണല്ലോ. അപ്പൊ ബാക്കി നമ്മൾ പടം കണ്ടിട്ട് റിവ്യൂ ചെയ്തു. ഓക്കെ, താങ്ക് യു. പൊളിപ്പടം മമ്മൂട്ടി പൊളിക്കും. എക്സ്പെക്ടേഷൻ കുഴപ്പമില്ല. നല്ല മൂവി എന്നുള്ള ഇത് അഭിപ്രായം കിട്ടിയിട്ടാണ് കാണാൻ വന്നത്. നാട്ടിൽ നല്ല ഹിറ്റാണ്. അതെ, ഞാൻ ഓൾറെഡി ഒരു ചാക്കോച്ചൻ ഫാനാണ്. അപ്പൊ മമ്മൂക്കാന്റെ ഈ ഒരു ടർബോ വൈശാഖ് ഒരു കോമ്പിനേഷൻ എന്തായാലും ഒരു കൂട്ടുകെട്ട് അടിപൊളിയായി ഇരിക്കും എന്നുള്ളത് കൊണ്ടാണ് കാണാൻ വന്നത് മെയിനായിട്ട്. കാരണം മമ്മൂക്കാന്റെ ഒരു അനിയനായിട്ട് വരുമല്ലോ ചാക്കോച്ചൻ. എങ്ങനെയാണ് തോന്നുന്നത്? നല്ല പടമായിരിക്കും. നാട്ടിലെ റിവ്യൂ കണ്ടാണല്ലോ. നാട്ടിൽ നല്ല ഒരു റിവ്യൂ ആണ് വരുന്നത്. നല്ല അടിപൊളി പടമാണ്. അതോടെ അത്രത്തോളം തന്നെ പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ പോകുന്നത്. മമ്മൂക്കയുടെ പടമല്ലേ, ഒരിക്കലും പൊളിക്കും നമ്മള്. പേരെന്താണ്? എങ്ങനെയാണ് നമ്മളെ പറഞ്ഞത്? മമ്മൂട്ടിക്കാൻ വേണ്ടി ബാക്ക് ടു ബാക്ക് ഹിറ്റ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം വൈശാന്റെ ഡയറക്ഷൻ, പിന്നെ മിഥുൻമലിന്റെ സ്ക്രിപ്റ്റ്, പിന്നെ നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ. അപ്പൊ പിന്നെ ഓവർ ത്രില്ലാണ്. നോക്കേണ്ട ആവശ്യമില്ല. ഇത് ബ്ലോക്ക് ബസ്റ്റർ ഒരു സംശയമാണ്. കാരണം വൈശാഖ് മമ്മൂക്കാന്റെ ഒരു ടീമാണ്. അപ്പൊ എന്തായാലും വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഭയങ്കര ഫൈറ്റ്, നല്ല ഫൈറ്റ് ആണെന്നാ കണ്ടില്ല, ഇപ്പൊ കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ കണ്ടിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ അപ്പൊ ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ തിയേറ്ററിന്റെ ഉള്ളിലോട്ട് പോകാൻ പടം കണ്ടിട്ട് ബാക്കി റിവ്യൂ ആണ്. ഗൈസ്, നമ്മുടെ തിയേറ്ററിന്റെ ഉള്ളിലാണ് ടർബോ കാണാൻ വന്നിട്ടുണ്ട്. ഒത്തിരി മമ്മൂട്ടി ഫാൻസ് ഇവിടെ വന്നിട്ടുണ്ട്. തിയേറ്റർ ഫുള്ളാണ്. ഒള്ളി മമ്മൂട്ടി ഫാൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ. നിങ്ങൾ നോക്കൂ, ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ മമ്മൂട്ടി ഫാൻസിന് വേണ്ടി കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല മമ്മൂട്ടി ഫാൻസിന്റെ റിയാദിന്റെ പ്രത്യേകം ഒരു ഫ്ലെക്സ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. Welcome guys to Empire Cinema. Thank you. Welcome guys to Empire Cinema. Enjoy. Thank you. Inshallah.
എന്നാ ജോസാടാ ടർബോ ജോസ്. നിന്നെ നാട്ട ഹലോ ഹലോ എങ്ങനെയുണ്ടായിരുന്നു പടം? രക്ഷയില്ല, പുള്ളി ഇടി പടം അടിപൊളി. പൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, സൂപ്പർ സൂപ്പർ. പൊളിച്ച് മമ്മൂട്ടി പൊളിച്ച്. എങ്ങനെയുണ്ടായിരുന്നു? നല്ല നടത്തിയത് സൂപ്പറാ. സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു? പൊളിച്ച് മമ്മൂട്ടി ഒരു പൊളിച്ചു. രക്ഷയില്ല, മമ്മൂട്ടി ഫൈറ്റ് ഒരു രക്ഷയില്ല, സൂപ്പറായിരുന്നു. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ലായിരുന്നു, പൊളിച്ച് നമുക്ക് എന്തായാലും. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു പടം? എങ്ങനെയുണ്ട്? പൊളിച്ച്. എങ്ങനെയുണ്ട്? അടിപൊളി. എങ്ങനെയുണ്ട്? പൊളി സാർ അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. എങ്ങനെ ഫൈറ്റ് എങ്ങനെയുണ്ട്? അടിപൊളി. പൊളിച്ച്. ഒരു രക്ഷയില്ല, പൊളിച്ച് സൂപ്പർ. പൊളിപൊളി. അടിപൊളി. 23 വയസ്സിലും പൊളിച്ച്. അടിപൊളി പടം. അത്രയും പടം. പടം നന്നായി, സൂപ്പർ. മമ്മൂട്ടി പൊളിച്ചോ? സൂപ്പറാണോ? സൂപ്പർ, അടിപൊളി. ഗൈസ്, അങ്ങനെ മമ്മൂട്ടിയുടെ ടർബോ വളരെ ഇവിടെ റിയാദിൽ പൊളിയായിരുന്നു. സൂപ്പർ പടമായിരുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടു, പൊളിച്ചു. ഇനി നമുക്ക് അടുത്ത സെഗ്മെന്റിൽ അടുത്ത വീഡിയോ കാണാം. അതുവരെയും വൈൻഡ് അപ്പ്. ടർബോ ജോസ്. നിന്നെ നാട്ടുകാർ എന്നതാ വിളിക്കുന്നത്?